ഹലോ മക്കളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ് മാത്സിലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള രണ്ടാം കൃതി സമവാക്യങ്ങൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ നേരെ ഈ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ഈ ചാപ്റ്ററിൽ നമുക്കറിയാം, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ആ ക്വസ്റ്റ്യൻ വായിച്ച് അതിൽ നിന്ന് ഒരു സമവാക്യം ഉണ്ടാക്കിയെടുത്ത്, ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്ത് ആ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് ആ സമവാക്യത്തിൻ്റെ പരിഹാരം സൊല്യൂഷൻ കണ്ടെത്തുന്നതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇതിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, ആദ്യം നമുക്ക് ഇതിൽ പഠിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഒന്നിതാണ് നമ്മൾ സ്ക്വയർ പ്രോബ്ലംസ്, വർഗ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ ഭാഗമായിരുന്നു. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ x+2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു x+2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 64 ആണെങ്കിൽ, x+2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 64 ആണെങ്കിൽ ഇതൊന്ന് എക്സിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് ഫസ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചത് അല്ലേ. എങ്ങനെയാണ് ചെയ്തത്? x+2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 64 അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് x+2ൻ്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് പ്ലസ് ഈ സ്ക്വയർ കളയാൻ വേണ്ടി അപ്പുറത്ത് റൂട്ട് കൊടുക്കുക അല്ലേ, 64ന് റൂട്ട് കൊടുക്കുക. ഇതല്ലേ ചെയ്തത്? x+2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 64, x+2 ഈക്വൽ ടു റൂട്ട് 64, ദെൻ x+2 ഈക്വൽ ടു എന്താ 64ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 8 ആണ് അല്ലേ. x+2 ഈക്വൽ ടു 8, ദെൻ x ഇസ് ഈക്വൽ ടു +2 എന്നുള്ള വാല്യൂ നമ്മൾ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 8 - 2, വാട്ട് ഈസ് 8 - 2? 6 എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഇനി അതുപോലെ തന്നെ ഇത് മൈനസ് ആയിരുന്നെങ്കിൽ x - 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 64, ദെൻ x - 2 ഈക്വൽ ടു റൂട്ട് 64, x - 2 ഈക്വൽ ടു 8, -2 എന്നുള്ളത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ +2 എന്ന് വരും. അങ്ങനെ 8 + 2 എന്ന് പറഞ്ഞിട്ട് 10 എന്ന് എഴുതും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞത്. ദെൻ രണ്ടാമത്തെ ടോപ്പിക്കിലായിട്ട് നമ്മൾ പഠിച്ചത് ഇതാണ്, അതായത് സ്ക്വയർ കംപ്ലീഷൻ പ്രോബ്ലംസ്. അതായത് x² + 4x is equal to 60 അല്ലേ. ഇതുപോലത്തെ ഒരു ഇക്വേഷൻ എക്സിൻ്റെ വാല്യൂ കണ്ടെത്തുന്ന മെത്തേഡിനെയാണ് നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് എന്ന് പറയുന്നത് അല്ലേ. എങ്ങനെയായിരിക്കും ഇത് ചെയ്യുക? എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഇവിടെ 4 ആണ്, 4ൻ്റെ ഹാഫ് 2 ആണ്, അവിടെ +2 സ്ക്വയർ, ഇവിടെയും +2 സ്ക്വയർ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലേ. എന്നിട്ട് ഇതിനെ നമ്മൾ x+2, ഇതൊക്കെ ഇത് എക്സ് ഇത് 2, a+b ഹോൾ സ്ക്വയർ ഫോമിലാണ്. അപ്പോൾ നമുക്കിതിനെ x+2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. x+2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2 സ്ക്വയർ 4 ആണ്, 4 + 60 എന്ന് പറഞ്ഞാൽ 64 ആണ്. അപ്പോൾ x+2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 64, ദെൻ x+2 കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്വയർ കളയുക, റൂട്ട് കൊടുക്കുക, റൂട്ട് 64, ദെൻ x+2 ഈക്വൽ ടു 64ൻ്റെ റൂട്ട് എത്രയാണ്? 8. എക്സിൻ്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് +2 ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി 8 - 2, 8 - 2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 6 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇതിന് ശേഷം നമ്മൾ പറഞ്ഞത് ഇത് മൈനസ് വെച്ചിട്ടുള്ള കേസ് ഉണ്ട് കേട്ടോ, അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്തൊന്നും കൂടെ പറയാം. ഇനി അതിന് ശേഷം നമ്മൾ പറഞ്ഞത് 2 ആൻസേഴ്സ് എന്ന് പറഞ്ഞ 2 ഉത്തരങ്ങൾ എന്ന് പറഞ്ഞ ഭാഗമായിരുന്നു അല്ലേ. അപ്പോൾ ഇത് പറഞ്ഞതാണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് വർഗ തികവ് കേട്ടോ. ഇനി അടുത്ത് പറയുന്നത് 2 ആൻസേഴ്സ് ആണ്, 2 ഉത്തരങ്ങൾ. അത് ഇതിൽ തന്നെ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ചെയ്തൊക്കെ ഇത് തന്നെ അല്ലേ, ഇതുവരെ ചെയ്യുന്നതൊക്കെ ഒരുപോലെ തന്നെയാണ് അല്ലേ. x+2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 64, x+2 ഈക്വൽ ടു റൂട്ട് 64. ഇനിയാണ് മാറ്റം വരിക. അതായത് ഇവിടെ x+2 ഈക്വൽ ടു 64ൻ്റെ റൂട്ട് നമ്മൾ എങ്ങനെ എഴുതുക? +or-8. 64ൻ്റെ റൂട്ട് എന്താ? +or-8. ഇനി ഇത് ചെയ്യുമ്പോൾ 2 ബ്രാഞ്ച് ആയിട്ടാണ് നമ്മൾ ചെയ്യുക. ആദ്യം x+2 ഈക്വൽ ടു +8 എന്ന് കൊടുക്കും. x+2 ഈക്വൽ ടു +8. എക്സിൻ്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് +2 എന്നുള്ളത് ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. 8 - 2 ദാറ്റ്സ് ഈക്വൽ ടു 6. നേരത്തെ ചെയ്ത പോലെ തന്നെ 6 എന്ന് പറഞ്ഞ ആൻസർ കിട്ടി. ഇതിന് ശേഷം ഓർ അടുത്ത x+2 ഈക്വൽ ടു 8 ആണ്. എക്സിൻ്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്ത് ചെയ്തത് x+2 ഈക്വൽ ടു -8 എന്ന് കൊടുത്തു. ആദ്യം +or-8 എന്നാണ്, ആദ്യം +8 ആയിരുന്നു, അതിൽ എക്സിൻ്റെ വാല്യൂ കണ്ടെത്തി. ഇനി x+2 ഈക്വൽ ടു -8 എന്ന് കൊടുത്തു. എക്സിൻ്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് +2 എന്നുള്ളത് ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി -8 - 2 എന്ന് പറഞ്ഞാൽ -10. ഓക്കെ, ഇതാണ് 2 ആൻസേഴ്സ്, 2 ഉത്തരങ്ങൾ, പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് കിട്ടിയതിൽ അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ. നമുക്ക് വളരെ കുറഞ്ഞ കണ്ടന്റ് മാത്രമേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. പക്ഷേ ഇത് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് പറയാം. ഓക്കെ.
നമുക്കിനി ഓരോ ചോദ്യത്തിലേക്ക് പോവാം. ഇതാണ് ഇതിലെ ആദ്യത്തെ ചോദ്യം. When all the side of a square decreased by 5 meter, the area become 64 meter square. Find the length of the first square. ഒരു സമചതുരത്തിന്റെ എല്ലാ വശങ്ങളും 5 മീറ്റർ കുറഞ്ഞപ്പോൾ പരപ്പളവ് 64 ചതുരശ്ര മീറ്റർ ആയി. ആദ്യത്തെ സമചതുരത്തിന്റെ വശത്തിന്റെ നീളം കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ക്ലിയർ ആയോ? അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് കിടക്കാം. ഇത് നമുക്ക് ഓൾജിബ്ര വെച്ചിട്ട് തന്നെ, ബീജഗണിതം വെച്ചിട്ട് തന്നെ ഇതിൻ്റെ ആൻസർ പറയാം അല്ലേ. അപ്പോൾ ചിലപ്പോൾ ഇത് ക്വസ്റ്റ്യനിൽ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ പറയും, ഇഫ് ദ സൈഡ് ഓഫ് ദി ലാർജ് സ്ക്വയർ ഈസ് എക്സ് ദെൻ വാട്ട് ഈസ് ദ സൈഡ് ഓഫ് ദി സ്മോൾ സ്ക്വയർ. വലിയ വശത്തിൻ്റെ വശം എക്സ് ആണെങ്കിൽ ചെറിയ വശത്തിൻ്റെ വശം എന്തായിരിക്കുമെന്ന് സബ് ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓൾജിബ്രിക് ഫോം വെച്ചിട്ട് തന്നെയാണ്, ബീജഗണിത രൂപം വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ശ്രദ്ധിച്ചോളൂ. ദെൻ എന്താണോ കണ്ടെത്തേണ്ടത് അതിന് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. അതായത് ആദ്യത്തെ സമചതുരത്തിന്റെ വശത്തിന്റെ നീളം കണ്ടെത്തുക. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി ഫസ്റ്റ് സ്ക്വയർ. അതിന് നമ്മൾ എക്സ് എന്ന് കൊടുക്കുകയാണ് കേട്ടോ. അതിന് നമ്മൾ എക്സ് എന്ന് കൊടുക്കും കേട്ടോ. അപ്പോൾ വലിയ സമചതുരത്തിന്റെ വശത്തിന്റെ നീളത്തിന് നമ്മൾ എക്സ് എന്ന് കൊടുത്തു കേട്ടോ. ഇതാ the length of the side of the large first square. ആ ലാർജ് സ്ക്വയറിൻ്റെ വശത്തിന് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സൈഡ് ഓഫ് ദി സ്മോൾ സ്ക്വയർ? ചെറിയ സമചതുരത്തിൻ്റെ ചെറിയ സ്ക്വയറിൻ്റെ സൈഡ് വശം എന്തായിരിക്കും? ഇതിൽ നോക്കിക്കേ, ഒരു സൈഡ് എക്സ് ആണ് അല്ലേ. അപ്പോൾ അടുത്ത സൈഡ് എന്ന് പറയുന്നത് അത് ഡിഗ്രീസ് ചെയ്തത് കുറയുക ചെയ്തത്. അപ്പോൾ ഇവിടെ 5 എന്നുള്ളത് ഇതിലേക്ക് വരുമ്പോൾ എക്സ് -5 എന്നായിരിക്കും വരിക. x-5. ഇതാണ് സൈഡ് ഓഫ് ദി സ്മോൾ സ്ക്വയർ. ചെറിയ സമചതുരത്തിന്റെ വശം എന്ന് പറയുന്നത് x-5 ആണ്. ഇനി ഇതിന്റെ ഏരിയ, ഇതിന്റെ പരപ്പളവാണ് ഈ 64 എന്ന് പറയുന്നത്, 64 എന്ന് പറയുന്നത്. ഒരു സ്ക്വയറിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? സ്ക്വയറിന്റെ പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കുക? സൈഡ് സ്ക്വയർ ആണ് ഇക്വേഷൻ അല്ലെ. ഇവിടെ സൈഡ് എന്ന് പറയുന്നത് x-5 ആണ്. അപ്പൊ x-5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എത്ര മക്കളെ? ഏരിയ 64 ആണ് അല്ലേ. അപ്പോൾ x-5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 65. ഇനി ഇതൊന്ന് എക്സിന്റെ വാല്യൂ കണ്ടെത്തണം. എങ്ങനെ ഇതൊന്ന് എക്സിന്റെ വാല്യൂ കണ്ടെത്തുക? ഈ സ്ക്വയർ കളയുക. എങ്ങനെ സ്ക്വയർ കളയുക? അപ്പുറത്ത് റൂട്ട് കൊടുക്കുക. അപ്പോൾ x-5 ഈക്വൽ ടു √64 ആണല്ലോ. അപ്പോൾ x-5 ഈക്വൽ ടു എന്താ? 64ന്റെ റൂട്ട് 8. x-5 ഈക്വൽ ടു 8 ആണ്. എക്സിന്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് -5 എന്നുള്ളത് ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ 8 + 5 ദാറ്റ്സ് ഈക്വൽ ടു 13. ഇതാണ് സൈഡ് ഓഫ് ദി ഫസ്റ്റ് സ്ക്വയർ, ആദ്യത്തെ സമചതുരത്തിന്റെ വശം, അല്ലെങ്കിൽ സൈഡ് ഓഫ് ദി ലാർജ് സ്ക്വയർ, വലിയ സമചതുരത്തിന്റെ വശം എന്ന് പറയുന്നത് 13 ആണ്. ക്ലിയർ ആയോ? ഇനി മക്കളെ, ഇപ്പം നമ്മൾ ചെയ്തതിൽ ഡിഗ്രീസ് എന്നാണ് അല്ലേ, കുറഞ്ഞു എന്നാണ്. അതിന് പകരം നമ്മൾ ഇവിടെ ഇൻക്രീസ് എന്നായിരുന്നെങ്കിലോ, കൂട്ടിയപ്പോൾ എന്നായിരുന്നെങ്കിലോ, ആദ്യത്തെ സമചതുരത്തിൻ്റെ വശം നമ്മൾ എന്തായിട്ട് എടുക്കും? എക്സ് ആക്കി എടുക്കും അല്ലേ. ആദ്യത്തെ സമചതുരത്തിൻ്റെ വശം, ആദ്യത്തെ സ്ക്വയറിൻ്റെ സൈഡ് എന്നുള്ളത് എക്സ് ആക്കി എടുക്കും. ഇനി നേരത്തെ അവിടെ ഡിഗ്രീസ് എന്നായിരുന്നു. ഇനി ഞാൻ അഡീഷണൽ ആയിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞതാ, ഇൻക്രീസ് ആയിരുന്നെങ്കിൽ അപ്പോൾ ഇവിടെ x-5 എന്നുള്ളതിന് പകരം ഇൻക്രീസ്, കൂടിയപ്പോൾ x+5 എന്നാ വരിക. x+5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 64 ആണല്ലോ. ഇനി അടുത്തത് സ്ക്വയർ കളയാൻ വേണ്ടി അപ്പുറത്തേക്ക് റൂട്ട് കൊടുത്തു. അപ്പോൾ x+5 ഈക്വൽ ടു √64. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ x+5 ഈക്വൽ ടു എന്താ? 64ന്റെ റൂട്ട് 8 അല്ലേ. അപ്പോൾ x+5 ഈക്വൽ ടു 8. എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് +5 എന്നുള്ളത് ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ 8 - 5 എന്ന് വന്നു. വാട്ട് ഈസ് 8 - 5? 3. ഓക്കെ. അപ്പോൾ സൈഡ് ഓഫ് ദി ഫസ്റ്റ് സ്ക്വയർ, ആദ്യത്തെ സമചതുരത്തിൻ്റെ വശം ഇതിൽ 3 നീട്ടി. ഇത് ഏതാ കേസ് എന്ന് മനസ്സിലായോ? ഇൻക്രീസ് എന്നായിരുന്നെങ്കിൽ, കൂടിയപ്പോൾ എന്നായിരുന്നെങ്കിൽ. ഇതാണ് ഞാൻ ഇവിടെ യെല്ലോ കളർ കൊണ്ട് എഴുതിയതാണ് യഥാർത്ഥത്തിലുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. ഡിഗ്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഈ യെല്ലോ കളർ കൊണ്ട് എഴുതിയത്. ഇത് ഞാൻ അഡീഷണലായിട്ട് പറഞ്ഞതാണ്. ഓക്കെ ആണെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്, വർഗ തികവ് പരിചയപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ്.
if x is a natural number, then which number is to be added to x square plus 8x to get a perfect square? എക്സ് ഒരു എണ്ണൽ സംഖ്യ ആയാൽ എക്സ് സ്ക്വയർ പ്ലസ് 8x ഏത് സംഖ്യ കൂട്ടിയാൽ പൂർണ്ണവർഗം ലഭിക്കും എന്നാണ് ചോദ്യം അല്ലേ. ഞാനിതിന് പുതിയൊരു പേജ് ആഡ് ചെയ്ത് തുടങ്ങാം. ഇവിടെ ശ്രദ്ധിച്ചോ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 8x അല്ലേ, ഇതാണ് നമ്മൾ പറഞ്ഞ ഇക്വേഷൻ. എക്സ് സ്ക്വയർ പ്ലസ് 8x അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവാൻ, അതൊരു പൂർണ്ണവർഗമാവാൻ അതിൻ്റെ കൂടെ കൂട്ടേണ്ട നമ്പർ ഏതാന്നുള്ളതാണ് ചോദ്യം അല്ലേ. ഇത് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡാണ്, വർഗത്തികവാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട നമ്പർ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ്, എക്സിനെ മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ 8 ആണ്. 8ൻ്റെ ഹാഫ് 4 ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് 4 സ്ക്വയർ എന്നാണ് കേട്ടോ. അപ്പോൾ ആഡ് ചെയ്യേണ്ട നമ്പർ 4 സ്ക്വയർ എന്ന് പറയാം, അല്ലെങ്കിൽ 16 എന്ന് പറയാം. രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പറഞ്ഞ മനസ്സിലായോ. എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 8, 8ൻ്റെ ഹാഫ് 4 സ്ക്വയർ ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. വാട്ട് ഈസ് 4 സ്ക്വയർ? 16. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി രണ്ടാമത്തെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് എക്സ് സ്ക്വയർ പ്ലസ് പി എക്സ് പ്ലസ് 36 അല്ലേ, ഞാനത് ഇവിടെ ഒന്ന് എഴുതാം. എക്സ് സ്ക്വയർ പ്ലസ് പി എക്സ് പ്ലസ് 36 ഇതെന്താ സംഭവം? ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ, അതൊരു പൂർണ്ണവർഗമാണ്. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി, പിയുടെ വില എന്താണെന്ന് കണ്ടുപിടിക്കുക അല്ലേ. ഇവിടെ നോക്കിക്കോ, ഈ എക്സ് സ്ക്വയർ പ്ലസ് പി എക്സ് പ്ലസ് 36 ഒരു പൂർണ്ണവർഗമാണ്, ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്നാണ് പറഞ്ഞത്. അതായത് ഇതിനെ ഞാനൊരു ചേഞ്ച് വരുത്തി എഴുതുകയാണ്. എക്സ് സ്ക്വയർ പ്ലസ് പി എക്സ് പ്ലസ് ഇവിടെ 36ന് പകരം നമുക്ക് 6 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ അല്ലേ. ഇപ്പൊ നോക്ക്, ഇത് മുകളിലത്തെ ക്വസ്റ്റ്യനിൽ നോക്ക്, ഈ 4ഉം 8ഉം തമ്മിലുള്ള റിലേഷൻ എന്താ? ഈ 8ൻ്റെ ഹാഫ് ആണല്ലോ ഈ 4, തിരിച്ചു പറഞ്ഞാൽ ഈ 4ൻ്റെ ഡബിൾ ആണല്ലോ ഈ 8. അപ്പോൾ ആ റിലേഷൻ ഇവിടെ നോക്ക്, ഇവിടെ 6 ആണെങ്കിൽ ആ 6ൻ്റെ ഡബിൾ ആവേണ്ടേ പി, കാരണം പിയുടെ ഹാഫ് ആയിരിക്കില്ലേ 6. ഓക്കെ, അപ്പോൾ ഇത് 6 ആണെങ്കിൽ ആ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് 12 ആയിരിക്കണം. കാരണം 12ൻ്റെ ഹാഫാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക, 12ൻ്റെ പകുതിയാണ് ഇവിടെ ആഡ് ചെയ്ത് കൂട്ടി കൊടുക്കുക. ഇത് 6 ആണെങ്കിൽ ഇത് 12. അപ്പോൾ പിയുടെ വാല്യൂ, പിയുടെ വില എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ ബി ക്വസ്റ്റ്യനുമായി. ഇനി നമുക്ക് സി ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കേ, സി ക്വസ്റ്റ്യൻ എന്താ? ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ അല്ലേ, ഒരു തെളിയിക്കാനുള്ള ചോദ്യമാണ്. നമ്മളിത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നിന്ന് രണ്ടാം ഗതി സമവാക്യങ്ങളിൽ നിന്ന് ഒരിക്കലും ഇതുപോലത്തെ ഒരു ചോദ്യം പ്രതീക്ഷിക്കുന്നില്ല. കാരണം പ്രൂവ് ദാറ്റ് അതിനൊക്കെ വേറെ ചാപ്റ്റേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതിന്ന് അത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ? ഇഫ് എക്സ് സ്ക്വയർ പ്ലസ് പി എക്സ് പ്ലസ് ക്യൂ ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ ദെൻ പ്രൂവ് ദാറ്റ് പി സ്ക്വയർ ഈക്വൽ ടു 4q. എക്സ് സ്ക്വയർ പ്ലസ് പി എക്സ് പ്ലസ് ക്യൂ ഒരു പൂർണ്ണവർഗമാണെങ്കിൽ പി സ്ക്വയർ ഈക്വൽ ടു 4q എന്ന് തെളിയിക്കുക. ഇതാണ് ചോദ്യം അല്ലേ. അപ്പം ഞാനതൊന്നുകൂടെ എടുത്തെഴുതാം കേട്ടോ. എക്സ് സ്ക്വയർ പ്ലസ് പി എക്സ് പ്ലസ് ക്യൂ അല്ലേ. ഇതിൽ എന്താ പ്രൂവ് ചെയ്യേണ്ടതെന്നാ പറഞ്ഞത്, എന്താ തെളിയിക്കേണ്ടതെന്നാ പറഞ്ഞത്? പി സ്ക്വയർ ഈക്വൽ ടു 4q അല്ലേ, ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. പി സ്ക്വയർ ഈക്വൽ ടു 4q അല്ലേ, അത് ഞാൻ അവിടെ എഴുതി വെക്കാം കേട്ടോ. പി സ്ക്വയർ ഈക്വൽ ടു 4q എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഈ ആൻസർ കിട്ടുന്നുണ്ടോ നോക്കാം. നമുക്കിതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്നാണ് പറഞ്ഞത്, ഒരു പൂർണ്ണവർഗമാണെന്നാണ് പറഞ്ഞത്. അപ്പം പിയും ക്യൂവും തമ്മിലുള്ള റിലേഷൻ എന്താ? ഈ ക്യൂ എന്ന് പറയുന്നത് പീൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ ആണ്. പീൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ ആണ് ക്യൂ. ക്യൂ എന്ന് പറയുന്നത് പിയുടെ ഹാഫിൻ്റെ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ക്യൂ ഈക്വൽ ടു p/2 സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇനി നോക്കിക്കോ, ക്യൂ ഈക്വൽ ടു, എടാ ഈ സ്ക്വയർ പിക്ക് കൊടുക്കുമ്പോൾ പി സ്ക്വയർ എന്ന് വരും അല്ലേ, ബൈ ഈ സ്ക്വയർ 2ന് കൊടുക്കുമ്പോൾ 2 സ്ക്വയർ എന്ന് വരും. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 4. ഓക്കെ, സ്ക്വയർ പിക്ക് കൊടുത്തു പി സ്ക്വയർ, ഈ സ്ക്വയർ 2ന് കൊടുത്തു 2 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 അല്ലേ. ഇനി ഓക്കെ, ഇതൊന്ന് പി സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട്
ഈ ബൈ 4 എന്നുള്ളത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇൻറ്റു 4 എന്നല്ലേ വരിക. അപ്പോൾ പി സ്ക്വയർ ഈക്വൽ ടു 4 ഇൻറ്റു ക്യൂ, അതായത് 4Q. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് നോക്കിയേ, തെളിയിക്കേണ്ടത് എന്താണെന്ന് നോക്കിയേ, അതാ അവിടെ റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നു അല്ലേ. പി സ്ക്വയർ ഈക്വൽ ടു 4Q. ആൻസർ കിട്ടിയോ നോക്ക്, പി സ്ക്വയർ ഈക്വൽ ടു 4Q. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ. ഒരു 3 സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, 4 is added to the sum of area and perimeter of a square gives 900. ഒരു സമചതുരത്തിൻ്റെ പരപ്പളവിൻ്റെയും ചുറ്റളവിൻ്റെയും തുകയുടെ കൂടെ 4 കൂട്ടിയപ്പോൾ 900 കിട്ടി എന്നാ പറഞ്ഞത്. 4 കൂട്ടിയപ്പോൾ 900 കിട്ടി എന്നാ പറഞ്ഞത്. If the side of the square is x, write its area and perimeter. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Second question, form a second degree equation. Third question, find the side of the square. മലയാളം മീഡിയം, വശം x ആയാൽ പരപ്പളവും ചുറ്റളവും എഴുതുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു രണ്ടാംഗതി സമവാക്യം രൂപീകരിക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സമചതുരത്തിന്റെ വശം കാണുക എന്നാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് കിടക്കാം. നമുക്കിതിൽ എഴുതേണ്ടത് പെരിമീറ്ററാണ്. പെരിമീറ്റർ ആൻഡ് ഏരിയ അല്ലേ, അതല്ലേ പറഞ്ഞേ. ഇഫ് ദ സൈഡ് ഓഫ് ദി സ്ക്വയർ ഈസ് എക്സ്, റൈറ്റ് ഇറ്റ്സ് ഏരിയ ആൻഡ് പെരിമീറ്റർ അല്ലേ. പരപ്പളവും ചുറ്റളവ് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഏരിയ, പരപ്പളവ്. ഇനി അടുത്തത് പെരിമീറ്ററാണ്. പെരിമീറ്റർ, ചുറ്റളവ്. ഓക്കെ, അപ്പോൾ പെരിമീറ്റർ, ചുറ്റളവ്, ഇത് രണ്ടുമാണ് എഴുതേണ്ടത് കേട്ടോ. നോക്കിക്കോ, ശ്രദ്ധിച്ചോ. നമ്മളിതിൽ ഇഫ് ദ സൈഡ് ഓഫ് ദി സ്ക്വയർ, സ്ക്വയറിൻ്റെ സൈഡ്, സമചതുരത്തിൻ്റെ വശം എന്താക്കി എടുക്കാനാ പറഞ്ഞത്, എക്സ് ആക്കി എടുക്കാനാ പറഞ്ഞത്. എന്താ കാണുന്നില്ലേ, ഇവിടെയുണ്ട്. ഒരു വശം എക്സ് ആയാൽ, ഓക്കെ, എക്സ് ആയി. അപ്പോൾ വശം എക്സ് ആക്കി എടുത്തു. എന്നിട്ട് അതിൻ്റെ പെരിമീറ്ററും ചുറ്റളവുമാണ് എഴുതേണ്ടത് അല്ലേ. പെരിമീറ്ററും ചുറ്റളവാണ് എഴുതേണ്ടത്. നോക്കിക്കേ, ശ്രദ്ധിച്ചോ. സ്ക്വയറിൻ്റെ, സമചതുരത്തിൻ്റെ വശം എക്സ് ആണെങ്കിൽ ഏരിയ, പരപ്പളവ് എന്ന് പറയുന്നത് സൈഡ് സ്ക്വയർ, വശം സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർ. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു അല്ലേ. ഏരിയ എക്സ് സ്ക്വയർ, പരപ്പളവ് എക്സ് സ്ക്വയർ. ദെൻ അടുത്തത് വശം, സൈഡ് എക്സ് ആണെങ്കിൽ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ, ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു സൈഡ് അല്ലേ. അപ്പോൾ സൈഡ് എക്സ് ആയിരുന്നു, അപ്പോൾ 4 ഇൻറ്റു സൈഡ് 4x. അതും കഴിഞ്ഞു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയി അല്ലേ, എക്സ് സ്ക്വയർ 4x. ദെൻ അടുത്തത്, ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞു നോക്ക്. 4 is added to the sum and area and perimeter of a square gives 900. ഒരു സമചതുരത്തിൻ്റെ പരപ്പളവിൻ്റെയും ചുറ്റളവിൻ്റെയും തുകയുടെ കൂടെ 4 കൂട്ടിയപ്പോൾ 900 കിട്ടിയെന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ നോക്കുക, ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനായി എഴുതാൻ, രണ്ടാംഗതി സമവാക്യം എഴുതാനാണ് പറഞ്ഞത്. 4 ആഡ് ചെയ്യാണ്, 4 കൂട്ടുക. ഏതിൻ്റെ കൂടെ, ഏരിയ, പരപ്പളവ് എക്സ് സ്ക്വയർ. പിന്നെ അടുത്തത് പെരിമീറ്റർ, ചുറ്റളവ് 4x. അതിൻ്റെ സം, അതിൻ്റെ തുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 4x. ഏരിയ, പരപ്പളവ്, പെരിമീറ്റർ, ചുറ്റളവ്, സമ്മ്, തുക. അതിൻ്റെ കൂടെ ആരെ കൂട്ടി, ആരെ ആഡ് ചെയ്തു, 4 ആഡ് ചെയ്തു. ഗീവ്സ് 900. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 900 കിട്ടി. ഇതാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യാൻ പറഞ്ഞു, രണ്ടാംകൃതി സമവാക്യം രൂപീകരിക്കാൻ പറഞ്ഞു. അതാണ് ഈ സാധനം. ഓക്കെ, ഇനി അടുത്തത് എന്താ, ഫൈൻഡ് ദ സൈഡ് ഓഫ് ദി സ്ക്വയർ. സമചതുരത്തിന്റെ വശം കാണുക, അതായത് എക്സ് ആയിട്ട് അടുത്തത്. അപ്പോൾ ആ എക്സ് എത്രയാന്നുള്ളത് കണ്ടുപിടിക്കുക. അതിൽ ഇതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ മതിയല്ലോ അല്ലേ. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ്, ഇവിടെ 4 എന്നാണ്, 4ന് പകരം നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതാം. 4ന് പകരം എന്ത് എഴുതാം, 2 സ്ക്വയർ എന്ന് എഴുതാം. 2 സ്ക്വയർ അല്ലേ 4,
അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു 900. ഓക്കെ, ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമുല അല്ലേ? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമുല അല്ലേ? ഇവിടെ പ്ലസ് ആണല്ലോ അല്ലേ? അപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമുലാണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 900. എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 900 ആണെങ്കിൽ എങ്ങനെ അതിന്ന് എക്സ് കണ്ടെത്തുക? എക്സ് പ്ലസ് 2 ഈക്വൽ ടു സ്ക്വയർ കളയാൻ വേണ്ടി അപ്പുറത്ത് റൂട്ട് കൊടുക്കുക, റൂട്ട് 900. ഓക്കെ, ദെൻ എക്സ് പ്ലസ് 2 ഈക്വൽ ടു എന്താ? 900ന്റെ റൂട്ട് എത്രയാ? 30. എക്സ് പ്ലസ് 2 ഈക്വൽ ടു 30 ആണ്, 30 ആണ്. എക്സിന്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് പ്ലസ് 2 എന്നുള്ളത് ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. 30 മൈനസ് 2. വാട്ട് ഈസ് 30 മൈനസ് 2? 30 മൈനസ് 2 എത്രയാ? 28. അപ്പോൾ ഇതാണ് ആ സ്ക്വയറിൻ്റെ സൈഡ്. സമചതുരത്തിൻ്റെ വശം എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്ററാണ്? 28 സെൻറ്റിമീറ്റർ ആണ്. പറഞ്ഞാൽ മനസ്സിലായോ? ഏരിയ പരപ്പളവ് എക്സ് സ്ക്വയർ, പെരിമീറ്റർ ചുറ്റളവ് 4x, അതിൻ്റെ സമ്മിൻ്റെ കൂടെ അതിൻ്റെ തുകയുടെ കൂടെ 4 കൂട്ടി 4 ആഡ് ചെയ്തു, ഗിവ്സ് 900. ദെൻ 4നെ 2 സ്ക്വയർ എന്ന് എഴുതി, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിലാക്കി മാറ്റി, റൂട്ട് കണ്ടെത്തി, എക്സിൻ്റെ വാല്യൂ കണ്ടെത്തി. ഇതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം കേട്ടോ. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, വൺ സൈഡ് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 10 സെൻറ്റിമീറ്റർ മോർ ദാൻ ദ അതർ സൈഡ്. ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ ഈസ് 144 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഒരു സമചതുരത്തിൻ്റെ ഒരു വശം മറ്റേ വശത്തേക്കാൾ 10 സെൻറ്റിമീറ്റർ കൂടുതലാണ്. ചതുരത്തിൻ്റെ പരപ്പളവ് 144 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് വൺ സൈഡ് ഈസ് എക്സ്, വാട്ട് ഈസ് അതർ സൈഡ്? ഒരു വശം എക്സ് ആയാൽ മറ്റേ വശം എന്താണെന്നാണ് ചോദിച്ചത് അല്ലേ? ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് അതിൻ്റെ ആൻസർ. ഒരു പണിയില്ലാതെ ഇതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും അല്ലേ? കാരണം ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് വൺ സൈഡ് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 10 സെൻറ്റിമീറ്റർ മോർ ദാൻ ദി അതർ സൈഡ്. ഒരു വശം മറ്റേ വശത്തേക്കാൾ 10 സെൻറ്റിമീറ്റർ കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലൊരു വശമാണ് നമ്മളോട് എന്താക്കിയെടുക്കാൻ പറഞ്ഞത്? എക്സ്. ഒരു വശമാണ് നമ്മളോട് എന്താക്കിയെടുക്കാൻ പറഞ്ഞത്? എക്സ്. അപ്പോൾ ഒരു വശം എക്സ് ആണെങ്കിൽ അടുത്ത വശം എന്ന് പറയുന്നത് എക്സ് പ്ലസ് 10. 10 കൂടുതലാണെന്നല്ലേ പറഞ്ഞ്? ഒരു സൈഡ് എക്സ് ആണെങ്കിൽ അടുത്ത സൈഡ് എക്സ് പ്ലസ് 10. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാ, എക്സ് പ്ലസ് 10. ഓക്കെ, ദെൻ ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, ഫൈൻഡ് ദ സൈഡ്. ഒരു രണ്ടാംഗതി സമവാക്യം രൂപീകരിച്ച് വശങ്ങൾ കാണുക എന്നാ പറഞ്ഞത് അല്ലേ? മക്കളെ ശ്രദ്ധിച്ചോ, ഏരിയ ആണ്, പരപ്പളവാണ് തന്നത്. എത്ര? 144 എന്ന് പറയുന്നത് അല്ലേ? ഇതിന്ന് നമ്മൾ സൈഡ്സ് കണ്ടെത്തണം. എങ്ങനെ ചെയ്യാ പറഞ്ഞ്? നോക്കൂ, ഒരു സൈഡ് എക്സ് ആക്കി എടുത്തു എന്നാ പറഞ്ഞത്. അപ്പോൾ അടുത്ത സൈഡ് കിട്ടിയത് എക്സ് പ്ലസ് 10, എക്സ് പ്ലസ് 10. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഏരിയ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഏരിയ പരപ്പളവ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? പരപ്പളവ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 144. ഒരു സൈഡ് എക്സും അടുത്ത സൈഡ് എക്സ് പ്ലസ് 10 ആണെങ്കിൽ ഏരിയ പരപ്പളവ് എങ്ങനെ എഴുതുക? എങ്ങനെയാ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പരപ്പളവ് കണ്ടുപിടിക്കുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? അതായത് നീളം ഇൻറ്റു വീതി, അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അതിൽ 2 സൈഡ് അറിയാലോ. അങ്ങനെയാണെങ്കിൽ ഏരിയ പരപ്പളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ 2 സൈഡുകൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്പിൾ ചെയ്താൽ മതി. ഒരു സൈഡ് എക്സും ആണ്, ഒരു സൈഡ് എക്സ് പ്ലസ് 10 ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 10, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 10 ഈക്വൽ ടു എത്രയാ? 144, 144 ആണല്ലോ. ഇനി അടുത്തത് ഇതുപോലത്തെ ഒരു ഇക്വേഷനിൽ നിന്ന് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഫോമിലേക്ക് ഒരു രണ്ടാംഗതി സമവാക്യത്തിൻ്റെ രൂപത്തിലേക്ക് ഇതിനെ മാറ്റണം. എങ്ങനെയായിരിക്കും മാറ്റുക? ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എക്സിനെ ഉള്ളിലേക്ക് മൾട്ടിപ്പിൾ ചെയ്യുക, എക്സിനെ ഉള്ളിലേക്ക് ഗുണിക്കുക. എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 10x ഈസ് ഈക്വൽ ടു 144. ഇതാണ് മക്കളെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, രണ്ടാംകൃതി സമവാക്യം. ആ ക്വസ്റ്റ്യൻ്റെ ഒരു പാർട്ടാണ്, ആ ക്വസ്റ്റ്യൻ്റെ ഒരു ഭാഗമാണ്. അടുത്ത പാർട്ടാണ് ഫൈൻഡ് ദ സൈഡ്സ്. അതായത് ഈ ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ കണ്ടെത്തുക, എക്സിൻ്റെ വശങ്ങൾ, എക്സിൻ്റെ വില എത്രയാണെന്നുള്ളത് കണ്ടെത്തുക. അതിനാണ് നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് വർഗ തികവ് ഉപയോഗിക്കുന്നത്. എങ്ങനെയായിരിക്കും നമ്മൾ ഇത് എഴുതുക? എക്സ് സ്ക്വയർ പ്ലസ് 10x ഈസ് ഈക്വൽ ടു 144 അല്ലേ? ഇതാണ് ഇക്വേഷൻ കിട്ടിയത്.
സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുക, വർഗ്ഗത്തിക ഉപയോഗിക്കുക. എക്സിന്റെ കോഎഫിഷ്യന്റ് എക്സിനെ ഗുണിച്ച നമ്പർ 10 ആണ്. 10ന്റെ ഹാഫ് എത്രയാ 5. അപ്പൊ +5 സ്ക്വയർ +5 സ്ക്വയർ അല്ലെ. ഇത് a + b ഹോൾ സ്ക്വയർ ഫോമിലാണ്, x + 5 ഹോൾ സ്ക്വയർ ഫോമിലാണ്. അപ്പൊ x + 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ 25 ആ 25 144ക്ക് ആഡ് ചെയ്യുമ്പോൾ 169 എന്ന് കിട്ടും അല്ലെ. 169 എന്ന് കിട്ടും. x + 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 169. അപ്പൊ x + 5 ഈക്വൽ ടു √169 കേട്ടോ. 169 x + 5 ഈക്വൽ ടു എന്താ 169ന്റെ റൂട്ട്? 169ന്റെ റൂട്ട് എത്രയാ 13. എക്സിന്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് +5 എന്നുള്ളത് ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോയി. എക്സ് ഇസ് ഈക്വൽ ടു +5 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 13 - 5 എത്രയാണ് വരിക 8. അപ്പൊ എക്സിന്റെ വാല്യൂ 8 എന്ന് കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സൈഡ് മാത്രമാണ് അല്ലേ. ആ ഒരു സൈഡാണ് 8 കിട്ടിയത്. അടുത്ത സൈഡ് ഏതാ മക്കളെ? അടുത്ത സൈഡ് എന്ന് പറഞ്ഞാൽ x + 10 അല്ലേ. അതിക്ക് 10 ആഡ് ചെയ്യല്ലേ വേണ്ടത്. അപ്പൊ 8ക്ക് 10 ആഡ് ചെയ്യുക, 8ക്ക് 10 ആഡ് ചെയ്യുമ്പോൾ 18. അപ്പൊ അതിന്റെ രണ്ട് സൈഡ് നോക്കിക്ക്, ഒന്ന് 8 ആണ്, ഒരു സൈഡ് 8 ആണ്, ഒരു സൈഡ് 18 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഉണ്ടാക്കി പറയാം അല്ലേ. എങ്ങനെ പറയാ? ഇതില് ഓക്കെ, ഇതിലിപ്പോ ഒരു സൈഡ് മറ്റേ സൈഡിനേക്കാൾ 10 സെന്റിമീറ്റർ കൂടുതൽ എന്നാ പറഞ്ഞ അല്ലേ. അതിന് പകരം 10 സെന്റിമീറ്റർ ലെസ് ദാൻ എന്നായിരുന്നെങ്കിലോ, 10 സെന്റിമീറ്റർ കുറവ് എന്നായിരുന്നെങ്കിലോ, ലെസ് ദാൻ എന്നാണെങ്കിലോ, ലെസ് ദാൻ എന്നാണ് എന്ന് വെച്ചോ. അതായത് മറ്റേ വശത്തേക്കാൾ 10 സെന്റിമീറ്റർ കുറവാണ് എന്ന് വെക്കുകയാണ് കേട്ടോ. കുറവാണ്, മോർ ദാൻ ഇല്ല, ലെസ് ദാൻ എന്നാണ് വെച്ചോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുക? പറഞ്ഞേ. ഇഫ് വൺ സൈഡ് ഈസ് എക്സ്, വാട്ട് ഈസ് അതർ സൈഡ്? അപ്പോൾ ഒരു സൈഡ് മറ്റേ സൈഡിനേക്കാൾ 10 സെന്റിമീറ്റർ കുറവാണ്, ലെസ് ദാൻ എന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ എങ്ങനെ എഴുതാം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പൊ ഇതിനെ x - 10 എന്ന് എഴുതാം, x - 10 എന്ന് എഴുതാം. ഓക്കെ, ദെൻ ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടി. എ ക്വസ്റ്റ്യൻ്റെ ആൻസർ x - 10 എന്നാണ്. ദെൻ ഇനി ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാൻ പോവാണ്. നോക്കിക്കേ, ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒരു സൈഡ് എക്സ് ആയിരുന്നു, അടുത്ത സൈഡ് x - 10 ആണ്. ഏരിയ കണ്ടെത്താൻ വേണ്ടി ഇത് രണ്ട് ഇൻറ്റു ചെയ്യുക. ഏരിയ മാറ്റമൊന്നുമില്ലാതെ 144 എന്ന് തന്നെ നമ്മൾ എഴുതി വെച്ചു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എക്സിനുള്ളിലേക്ക് മൾട്ടിപ്പിൾ ചെയ്യുക. x × x, x സ്ക്വയർ മൈനസ് x × 10, 10x is equal to 144 ആണോ? ദെൻ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്, x സ്ക്വയർ മൈനസ് 10x, എക്സിന്റെ കോഎഫിഷ്യന്റ് 10 ആണ്, എക്സിനെ ഗുണിച്ച നമ്പർ 10 ആണ്, 10ന്റെ പകുതി 5 പ്ലസ് 5 സ്ക്വയർ ഈക്വൽ ടു 144 പ്ലസ് 5 സ്ക്വയർ. ഇങ്ങനെയല്ലേ എഴുതുക? ഇതടുത്തത് a - b ഹോൾ സ്ക്വയർ ഫോമിലാണ്. അപ്പൊ അതിനെ x - 5 ഹോൾ സ്ക്വയർ എന്ന് എഴുതുക ഈക്വൽ ടു 5 സ്ക്വയർ 25 ആണ്, അത് 144ക്ക് ആഡ് ചെയ്യുമ്പോൾ 169 ആണ്. x - 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 169, then x - 5 ഈക്വൽ ടു √169. ഓക്കെ, അപ്പൊ x - 5 ഈക്വൽ ടു എന്താ? 169ന്റെ റൂട്ട് 13. എക്സിന്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടി x is equal to -5 ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോയി അല്ലേ. അപ്പൊ 13 + 5 അപ്പൊ 18 എന്ന് കിട്ടും. ഇതാണ് ഒരു സൈഡ് അല്ലെ. അടുത്ത സൈഡ് നേരെ തിരിഞ്ഞാ വരിക അല്ലെ. അടുത്ത സൈഡ് എന്ന് പറഞ്ഞാൽ x - 10 ആണ്. അപ്പൊ ഈ x കിട്ടിയത് 18 ആണ്. 18 - 10 ദാറ്റ്സ് ഈക്വൽ ടു 8. ഓക്കെ, ഞാൻ ഇതൊരു എക്സാമ്പിൾ ആയി പറഞ്ഞു എന്നുള്ളൂ. അതായത് മോർ ദാന് പകരം ലെസ് ദാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യം നമുക്ക് ഈ രൂപത്തിൽ ചെയ്യാം. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഡിഫറൻസ് ബിറ്റ്വീൻ 2 നമ്പേഴ്സ് ഈസ് 4 ആൻഡ് ഇറ്റ്സ് പ്രൊഡക്റ്റ് ഈസ് 96. ഫൈൻഡ് ദ നമ്പേഴ്സ്. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 4ഉം അവയുടെ ഗുണനഫലം 96 ആയാൽ സംഖ്യകൾ ഏവ എന്നുള്ളതാണ് ചോദ്യം.
ഓക്കെ, അപ്പോൾ അവിടെ ശ്രദ്ധിച്ചോളൂ. ഡിഫറൻസ് ബിറ്റ്വീൻ ടു നമ്പേഴ്സ് ഈസ് 4. ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്പർ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അടുത്ത നമ്പർ ഏതായിരിക്കും? ഫസ്റ്റ് നമ്പർ എക്സ് ആണെങ്കിൽ അടുത്ത നമ്പർ ഏതാ? x+4 ആയിരിക്കും അല്ലേ? എങ്ങനെ അങ്ങനെ വന്ന്? ഇതിൻ്റെ ഡിഫറൻസ് ആണ്, വ്യത്യാസമാണ്. ഒന്നിന്ന് മറ്റേ കുറച്ചാൽ 4 കിട്ടുക. അപ്പോൾ ഈ x+4 നിന്ന് എക്സ് കുറച്ചിട്ടുണ്ടെങ്കിൽ 4 കിട്ടുക അല്ലേ? അപ്പോൾ ഡിഫറൻസ് വ്യത്യാസം 4 ആണ്. അപ്പം ഒരു നമ്പർ എക്സ് ആണെങ്കിൽ അടുത്ത നമ്പർ ഏതാണെങ്കിലും എടുക്കേണ്ടത് x+4 എടുക്കേണ്ടത് കേട്ടോ. അല്ലാതെ 4 - x ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫസ്റ്റ് നമ്പർ എക്സ്, അടുത്ത നമ്പർ x+4. ആൻഡ് ഇറ്റ്സ് പ്രൊഡക്റ്റ് ഈസ് 96. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ്, ഇതിൻ്റെ രണ്ടിൻ്റെയും, അതായത് x × x+4 = 96 എന്നാണ്, 96 എന്നാണ്. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടെത്തുക. അതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ ഇത് സോൾവ് ചെയ്യുക പറഞ്ഞേ? ആദ്യം x × x പ്ലസ് x × 4 എത്രയാ? 4x = 96. ഇനി സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുക, വർഗത്തിക ഉപയോഗിക്കുക. എക്സിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ 4 ആണ്, 4ൻ്റെ ഹാഫ്, അപ്പോൾ x² പ്ലസ് 4x പ്ലസ് 4ൻ്റെ ഹാഫ് 4ൻ്റെ പകുതി 2 ആണ്. അത് ആഡ് ചെയ്ത് കൊടുക്കുക, കൂട്ടി കൊടുക്കുക. 2² പ്ലസ് 96 പ്ലസ് 2² അല്ലേ? ഇത് a+b² ഫോമിലാണ്. അപ്പോൾ ഇതിനെ x+2 2² 4 ആണ്. അത് 96ക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് 100 ആണ്. അപ്പോൾ x+2 100 ആണെങ്കിൽ x+2 കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ 100ന് റൂട്ട് കൊടുക്കുക, √100. അപ്പോൾ x+2 = 100ൻ്റെ റൂട്ട് ഏതാ? +or-10 എന്നാണ് കേട്ടോ. എല്ലാ ചോദ്യത്തിനും അപ്ലൈ ചെയ്യാതെ ഇതിലെന്താ ഞാൻ +or- കൊടുത്തത്? മറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞിട്ടാണ്, അതേപോലെ തന്നെ ഒന്ന് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞിട്ടാ, ലെങ്ത്തും ബ്രെഡ്ത്തും എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ അതിൽ ഇനി +or- കൊടുത്ത് ചെയ്യണം എന്നില്ല. കാരണം എന്താ വെച്ചാൽ ഒരു കേസ് എന്ന് പറയുന്നത്, ഒന്ന് അത് നാച്ചുറൽ നമ്പറൊക്കെ ആണെങ്കിൽ അതിലൊരിക്കലും എന്ത് വരാൻ പാടില്ല? നെഗറ്റീവ് വരാൻ പാടില്ല. എണ്ണസംഖ്യയിലാണെങ്കിൽ നെഗറ്റീവ് വരാൻ പാടില്ല. അതേപോലെ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, സ്ക്വയറിൻ്റെ സൈഡ്, ഇതിലൊന്നും എന്ത് വരാൻ പാടില്ല? നെഗറ്റീവ് വരാൻ പാടില്ല, നെഗറ്റീവ് സംഖ്യ വരാൻ പാടില്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൽ +or- അപ്ലൈ ചെയ്യാഞ്ഞത്. എന്നാൽ ഇതിൽ നമുക്ക് +or- അപ്ലൈ ചെയ്യാം. കാരണം 2 സംഖ്യകൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ, എന്ത് സംഖ്യകളാ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ x+2 = +or-10. ദെൻ ഇനി 2 ബ്രാഞ്ചായിട്ടാണ് പോവുക. ആദ്യം x+2 = +10 എന്ന് കൊടുത്തു. ഇനി ഇവിടെ ഓർ എന്ന് പറഞ്ഞിട്ട് x+2 = -10 എന്നും കൂടി കൊടുക്കുക. ഇവിടുന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് +2 = അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ x = 10 - 2 എന്ന് എഴുതുക. 10 - 2 എത്രയാ? 8. ഇതാണ് എക്സിൻ്റെ ഒരു വാല്യൂ, 8. ഓക്കെ, ദെൻ എക്സ് മാത്രം പോരാ, നമുക്ക് x+4 കൂടി വേണം കേട്ടോ. അപ്പോൾ x+4 ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എഴുതി വെക്കുക, അല്ലെങ്കിൽ അത് മറന്നു പോട്ടോ. 8 + 4 12. അപ്പോൾ ആ 2 നമ്പർ കിട്ടി, ഒന്ന് 8 ആണ്, ഒന്ന് 12 ആണ് കേട്ടോ. ഞാൻ അവിടെ വെച്ച് ചെയ്യുമ്പോഴോ x+2 = -10 എന്ന് എഴുതി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് +2 = അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ -10 - 2 എന്താ? -10 - 2 എന്ന് പറഞ്ഞാൽ -12 ആണല്ലോ. ഇതാണ് എക്സ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് x+4 കൂടെ കണ്ടെത്തി വെക്കാം. x+4 = -12 + 4. എന്താ? -12 + 4 -8. ഓക്കെ, അപ്പോൾ കിട്ടിയ ആൻസർ -12 -8 ആണ്. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കിക്കേ. ഇവിടെ 8ഉം 12ഉം ആണ്, ഇവിടെ -12 -8 ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും മതി. ഇനിയിപ്പോൾ ഈ +or- ചെയ്തില്ലെങ്കിൽ പോലും ഇവിടെ നിങ്ങൾക്ക് 8ഉം 12ഉം കിട്ടിയാൽ അടുത്ത വാല്യൂ എന്താ കിട്ടുക? -8ഉം -12 ആയിരിക്കും കിട്ടുക. 2ന് നെഗറ്റീവ് കൊടുത്തിട്ട് എഴുതി വെച്ചാൽ മതി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 8ൻ്റെയും 12ൻ്റെയും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുക 96 തന്നെയാണ്. അതേപോലെ മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് തന്നെയല്ലേ കിട്ടുക. അപ്പോൾ 12ൻ്റെയും 8ൻ്റെയും ഗുണനഫലവും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? -12ൻ്റെയും -8ൻ്റെയും പ്രൊഡക്റ്റ് ഗുണനഫലം എന്ന് പറയുന്നത് 96 തന്നെയാണ് വരിക കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇത് മറക്കരുത്. ഡിഫറൻസ് എന്ന് പറഞ്ഞു വരികയാണെങ്കിൽ, ഡിഫറൻസ് ബിറ്റ്വീൻ, വ്യത്യാസം എന്ന് പറഞ്ഞു വരികയാണെങ്കിൽ ഈ തരത്തിൽ എഴുതുക കേട്ടോ. അല്ലാതെ നെഗറ്റീവ് വെച്ച് ചെയ്താൽ ഇത് ബുദ്ധിമുട്ടായിരിക്കും ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ.
In a right triangle, one of the perpendicular side is 2 centimeters longer than the other. Given that the area of the triangle is 24 square centimeter, then find the length of the perpendicular side. ഒരു മട്ടത്രികോണത്തിൻ്റെ ലംബവശങ്ങളിൽ ഒന്ന് മറ്റേതിനേക്കാൾ 2 സെൻറ്റിമീറ്റർ കൂടുതലാണ്. ത്രികോണത്തിൻ്റെ പരപ്പളവ് 24 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്നെടുത്ത് മട്ടത്രികോണത്തിൻ്റെ വശങ്ങൾ ലംബവശങ്ങൾ കണ്ടെത്തുക. അവിടെ ലംബവശങ്ങൾ എന്നാണ്, ലംബവശങ്ങൾ കണ്ടെത്തുക എന്നാണ് ചോദ്യം കേട്ടോ. ലംബവശങ്ങൾ കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ എടുക്കാം, മട്ടത്രികോണം എടുക്കാം. അല്ലോ ഇവിടെ നോക്കിക്കേ, റൈറ്റ് ട്രയാങ്കിൾ, മട്ടത്രികോണം, റൈറ്റ് ട്രയാങ്കിൾ മട്ടത്രികോണം. ഓക്കെ, അതിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് ലംബവശങ്ങളുടെ പ്രത്യേകത എന്താ നോക്ക്. വൺ സൈഡ് ഈസ് 2 സെൻറ്റിമീറ്റർ മോർ ദാൻ ദി അതർ സൈഡ്. ഒരു സൈഡ് മറ്റേ വശത്തേക്കാൾ 2 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അപ്പോൾ അതിൽ ഒരു സൈഡ് നമ്മൾ എക്സ് സൈഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അടുത്ത സൈഡ് എന്ന് പറയുന്നത് x+2 എന്നാണ്. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യനിൽ തന്നത് ഇതിൻ്റെ ഏരിയ ആണ്, പരപ്പളവാണ്. അപ്പോൾ ഹാഫ് BH ചെയ്തു അല്ലേ. ട്രയാങ്കിളിൻ്റെ ത്രികോണത്തിൻ്റെ പരപ്പളവ് ഏരിയ കണ്ടെത്താൻ ഇക്വേഷൻ ആണ് ഹാഫ് BH എന്ന് പറയുന്നത്. ആ ഹാഫ് BH ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. എത്ര തന്നെ 24 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈക്വൽ ടു 24. മക്കളെ ഇതൊന്ന് BH കണ്ടെത്താൻ ഈ ഹാഫ് എന്നുള്ളത്, അതായത് /2 എന്നുള്ളത് ഈക്വൽസിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ പോരെ. അതായത് BHൻ്റെ ഹാഫാണ് 24. അപ്പോൾ BH എന്ന് പറഞ്ഞാൽ 2നെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 24 × 2 എത്ര കിട്ടുക? 48 കേട്ടോ. ഇങ്ങനെ ആലോചിച്ചാലും മതി. ഹാഫ് BHൻ്റെ ഹാഫാണ് 24. അപ്പോൾ BH എന്ന് പറഞ്ഞാൽ 48, കാരണം 48ൻ്റെ ഹാഫാണല്ലോ 24. അപ്പോൾ BH എന്ന് പറയുന്നത് 48 ആണ്. ഇനി നോക്കിയേ, ബി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേസ് എത്ര? എക്സ് അല്ലേ. അപ്പോൾ എക്സ് ഇൻറ്റു എത്ര ഇതിൻ്റെ ഹൈറ്റ്, ഉയരം എന്ന് പറയുന്നത് ഏതാ? x+2 ആണ്. x+2 ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു x+2 ഈക്വൽ ടു എത്രയാ? 48. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എക്സിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2x ഈസ് ഈക്വൽ ടു 48 അല്ലേ. ഇനി നമുക്കിതിൽ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് വർഗ്ഗത്തിക ഉപയോഗിക്കുക. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എക്സിനെ ഗുണിച്ചിരിക്കുന്ന നമ്പർ 2 ആണ്. 2ൻ്റെ ഹാഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഇത് നമുക്ക് x+2 ഹോൾ സ്ക്വയർ, സോറി x+1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. x+1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 സ്ക്വയർ 1 ആണ്. 48ക്ക് ആഡ് ചെയ്യുമ്പോൾ 49. ഓക്കെ, സ്ക്വയർ കളയാൻ വേണ്ടി റൂട്ട് കൊടുക്കുക. അപ്പോൾ x+1 ഈക്വൽ ടു √49. x+1 ഈക്വൽ ടു, ഇതിൽ പ്ലസോ മൈനസോ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം ഇതിൽ സൈഡ് ഒന്നും നെഗറ്റീവായിട്ട് എന്തായാലും വരില്ലല്ലോ. അപ്പോൾ 49ൻ്റെ √7. എക്സിൻ്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് +1 എന്നുള്ളത് ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോയി അല്ലേ. അപ്പോൾ 7 - 1 6 കിട്ടിയോ? എക്സിൻ്റെ വാല്യൂ 6. എക്സിൻ്റെ വാല്യൂ 6 ആയാൽ ഒരു സൈഡാണ് 6 അല്ലേ. ഒരു സൈഡ് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡാണ് 6 കിട്ടിയത്. മക്കളെ അടുത്ത സൈഡ് എന്ന് പറയുന്നത് x+2 ആണ് അല്ലേ. x+2 ആണ്. അപ്പോൾ x+2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എക്സിക്ക്, ഈ കിട്ടിയ 6ക്ക് 2 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 6 + 2 ഈക്വൽ ടു 8. ഓക്കെ, അപ്പോൾ ആ പെർപെൻഡിക്കുലർ സൈഡ് കിട്ടി, ആ ലംബവശങ്ങൾ കിട്ടി. 6ഉം 8ഉം ആണ് കേട്ടോ. 6ഉം 8ഉം. അപ്പോൾ പെർപെൻഡിക്കുലർ സൈഡ് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ക്വസ്റ്റ്യൻ കേട്ടോ. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നോക്കിക്കേ, ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും വലിയൊരു ചോദ്യമായിരിക്കും, ഏറ്റവും വലിയൊരു ആൻസർ ആയിരിക്കും ഈ ചോദ്യത്തിന് നമുക്ക് ഉണ്ടാവുക അല്ലേ. The perimeter and area of a rectangle are 80 centimeter and 204 centimeter square respectively. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 80 സെൻറ്റിമീറ്ററും പരപ്പളവ് 204 സെൻറ്റിമീറ്റർ സ്ക്വയറുമാണ് ആണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്? നീളം പ്ലസ് വീതി എന്താണ്? വാട്ട് ഈസ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്? നീളം പ്ലസ് വീതി എന്താണ്? നോക്കിക്കേ. എടോ, പെരിമീറ്റർ ചുറ്റളവ് 80 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നീളം പ്ലസ് വീതി, ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ആ 80ൻ്റെ ഹാഫ് ആയിരിക്കും. 80ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 40. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ പെരിമീറ്ററിൻ്റെ ഹാഫ്, ചുറ്റളവിൻ്റെ പകുതി 40. ഓക്കെ, അതിലെ ഒരു സൈഡ് എക്സ് ആണെങ്കിൽ അടുത്ത സൈഡ് ഏതാണ്?
നോക്കിക്കേ, ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ്, നീളവും വീതിയും കൂടെ കൂട്ടുമ്പോഴാണ് 40 കിട്ടുക അല്ലേ. അപ്പോൾ അടുത്ത സൈഡ്, ഒരു സൈഡ് എക്സ് ആണെങ്കിൽ അടുത്ത സൈഡ് കണ്ടെത്തണമെങ്കിൽ 40 എക്സ് കുറച്ചാൽ പോരെ. 40 - എക്സ് അല്ലേ വരിക, 40 - എക്സ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ 40 - എക്സ്. പോരാ, കഴിഞ്ഞില്ല. രണ്ട് വശങ്ങളുടെ നീളങ്ങൾ കാണുക, രണ്ട് വശങ്ങളുടെ ലെങ്ത്ത് കണ്ടെത്തുക. അപ്പം അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്, കുറേ എഴുതി ഉണ്ടാക്കാനുണ്ട്. നോക്കിക്കേ, അതിന് ഏരിയ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, പരപ്പളവ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിടെ സി ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് എഴുതുന്നത്. സി ക്വസ്റ്റ്യൻ, അതിന് ഏരിയ പരപ്പളവ് തന്നിട്ടുണ്ട്. ഏരിയ പരപ്പളവ് തന്നിട്ടുണ്ട്. എത്ര ഏരിയ പരപ്പളവ് തന്നത്? ഏരിയ പരപ്പളവ് തന്നത് 204 അല്ലേ. അപ്പോൾ ആ 204 നമ്മളവിടെ എഴുതി. രണ്ട് വശങ്ങൾ അറിയാലോ, രണ്ട് സൈഡ് അറിയാലോ. ഒന്ന് എക്സും ആയിരുന്നു, ഒന്ന് 40 - എക്സും ആയിരുന്നു. 40 - എക്സ്, അതാണ് 240. ഓക്കെ, 240 അല്ല കേട്ടോ, 204 204 അല്ലേ. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് ഇൻറ്റു 40, 40x മൈനസ് എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 204, 204. ഓക്കെ, നമ്മൾ സാധാരണ എഴുതുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ടേം അല്ലേ ആദ്യം വരല്. അപ്പോൾ നമുക്ക് അതിനെ ആദ്യം മാറ്റി എഴുതാം. അതായത് ഈ -x² ആദ്യം എഴുതി, -x² പ്ലസ് പിന്നെ ഇവിടെ 40x ആണ്, 40x ആണ്, ഈക്വൽ ടു 204 എന്നാണ് അല്ലേ. ഈ ഇക്വേഷൻ്റെ പ്രശ്നം എന്താ? നമുക്ക് ഈ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് വർഗത്തിക ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ x² കോഎഫിഷ്യൻ്റ് ഒരു നമ്പറായിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ കളയണം. അത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്സിൽ പണ്ട് മുതലേ പഠിച്ചു വന്നൊരു സാധനമാണ് അല്ലേ. ഇതിനെല്ലാത്തിനെയും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയും. അപ്പോൾ ഇതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് x² എന്ന് വരും അല്ലേ. മൈനസ് ഇൻറ്റു പ്ലസ് -40x എന്ന് വരും. മൈനസ് ഇൻറ്റു പ്ലസ് -204 എന്ന് വരും. ഓക്കെ, ഇങ്ങനെയാണ് വരിക. ദെൻ ഇതിൽ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് വർഗത്തിക ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇത് ഞാൻ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്താൽ മതി അറിയോ? നേരെ ഓപ്പോസിറ്റ് സൈൻ ആക്കുക, നേരെ ഓപ്പോസിറ്റ് ചിഹ്നാക്കുക. മൈനസ് ഉള്ളത് പ്ലസ് ആക്കുക, പ്ലസ് ഉള്ളത് മൈനസ് ആക്കുക, പ്ലസ് ഉള്ളത് മൈനസ് ആക്കുക. ഓക്കെ, നേരെ ഓപ്പോസിറ്റ്, മൈനസ് പ്ലസ്, പ്ലസ് മൈനസ് ആക്കുക. മൈനസ് ഉള്ളത് പ്ലസ് ആക്കി, പ്ലസ് ഉള്ളത് മൈനസ് ആക്കി, പ്ലസ് ഉള്ളത് മൈനസ് ആക്കി. ഇനി നമ്മളിതിൽ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് വർഗത്തിക ഉപയോഗിക്കുക. എങ്ങനെ ഉപയോഗിക്കുക? x² മൈനസ് 40x പ്ലസ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ്, എക്സിനെ ഗുണിച്ചിരിക്കുന്ന നമ്പർ 40 ആണ്. 40ൻ്റെ പകുതി 20 ആണ്. അപ്പോൾ 20² ഇവിടെ കൂട്ടിക്കൊടുത്തു. ഈ പുറത്തും -204 പ്ലസ് 20² എന്ന് എഴുതി. ഓക്കെ, ഇത് a-b² ഫോമിലാണ്. അപ്പോൾ നമുക്കിതിനെ x - 20² എന്ന് എഴുതാം. ഈക്വൽ ടു -204 പ്ലസ് 20² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 400 ആണ്. അപ്പോൾ x - 20² ഈക്വൽ ടു -204 പ്ലസ് 400 എന്ന് പറഞ്ഞാൽ 400 204 കുറയ്ക്കുക. കുറയ്ക്കുമ്പോൾ 196 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ x - 20² ഈക്വൽ ടു 196 ആണെങ്കിൽ x - 20 ഈക്വൽ ടു √196. അപ്പോൾ x - 20 ഈക്വൽ ടു 196ൻ്റെ റൂട്ടാണ് 14 അല്ലേ. ഇതൊക്കെ റൂട്ടൊക്കെ കാണാതെ പഠിച്ചു വെക്കണേ. അപ്പോൾ 196ൻ്റെ റൂട്ട് 14. എക്സിൻ്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് -20 എന്നുള്ളത് അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ 14 പ്ലസ് 20 അല്ലേ. അപ്പോൾ x ഈക്വൽ ടു 34 എന്ന് വന്നു. എക്സിൻ്റെ വാല്യൂ 34 എന്ന് കിട്ടി, ഒരു നമ്പർ കിട്ടി കേട്ടോ. ഇത് നമ്മൾ പ്ലസ് ഓർ മൈനസ് അപ്ലൈ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഇത് സൈഡൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യാത്തത്. അപ്പോൾ x - 20 ഈക്വൽ ടു 14, x ഈക്വൽ ടു 14 പ്ലസ് 20, 14 പ്ലസ് 20 34 എന്ന് കിട്ടി. അപ്പോൾ ഒരു സൈഡ് കിട്ടി 34, x കിട്ടി 34.
എടോ അടുത്ത സൈഡ് എന്താ, അടുത്ത സൈഡ് എന്ന് പറഞ്ഞാൽ 40 മൈനസ് എക്സ് ആയിരുന്നില്ലേ, 40 മൈനസ് എക്സ്, അതായത് 40 നിന്ന് എക്സ് കുറയ്ക്കുക. എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 34, 40 34 കുറയ്ക്കുക, അപ്പോൾ 6 എന്ന് കിട്ടും. അപ്പോൾ ഒരു സൈഡ് 34 ആയിരുന്നു, ഒരു സൈഡ് 6 ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നിങ്ങളിതിൽ പ്ലസ് ഓർ മൈനസ് വെച്ച് ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചെയ്താൽ ഈ ആൻസർ തിരിഞ്ഞു വരും. ആദ്യത്തത് 6 കിട്ടും, അടുത്തത് രണ്ടാമത്തെ 34 കിട്ടും. അപ്പോൾ അതങ്ങോട്ടും കിട്ടും, മാറി കിട്ടും അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുക. മിക്കവാറും എല്ലാ എക്സാമിനും ഈ തരത്തിലുള്ള ചോദ്യം നമ്മൾ കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ചിട്ട് വേണം എക്സാമിന് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. How many terms of the arithmetic sequence 5, 7, 9, etc. must be added to get 140 as the sum? 5, 7, 9 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ എത്ര പദങ്ങളുടെ തുകയാണ് 140? അപ്പോൾ നമ്മളിത് തുകയുടെ ബീജഗണിതം, ഓൾജിബ്രിക് ഫോം ഓഫ് സം, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇതിൻ്റെ സമ്മ്, ഇതിൻ്റെ തുക എന്ന് പറയുന്നത്, നമുക്ക് സീക്വൻസ് ആദ്യം ഒന്ന് നോക്കാം. 5, 7, 9 ആണ് കേട്ടോ. അപ്പോൾ 5, 7, 9. ഓക്കെ, ഇതിൻ്റെ സം, ഇതിൻ്റെ തുക, നമുക്ക് അതിൻ്റെ ബീജഗണിത രൂപം, ഓൾജിബ്രിക് ഫോം ഉണ്ടല്ലോ, അതറിയുകയാണെങ്കിൽ ഇത് ചെയ്യാൻ എളുപ്പമാണ്. ഏതാത് Pn² പ്ലസ് QN, Pn² പ്ലസ് QN അല്ലേ, അതാണ് എത്ര 140 എന്ന് പറയുന്നത്. ഇനി എന്താണ് പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ D/2 ആണ്. പി എന്ന് പറഞ്ഞാൽ എന്താ, D/2 ആണ്, D/2. ഇതിൽ കോമൺ ഡിഫറൻസ് 2 ആണ്, അപ്പോൾ 2ൻ്റെ പകുതി 1 കേട്ടോ. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഒരു n² എന്ന് എഴുതേണ്ട ആവശ്യമില്ലല്ലോ, n² എന്ന് എഴുതിയാൽ പോരെ. പ്ലസ് n² പ്ലസ് ക്യൂ എന്ന് പറഞ്ഞ സാധനം എന്താ, ക്യൂ. ഇത് ഫസ്റ്റ് ടേം നിന്ന് പി മൈനസ് ചെയ്യുന്നതാ. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 5 ആണ്. 5ൽ നിന്ന് പി എന്ന് പറഞ്ഞാൽ 1 അല്ലേ, 1 മൈനസ് ചെയ്യുമ്പോൾ 4 അല്ലേ വരിക. അപ്പോൾ 5 മൈനസ് 1 4 അല്ലേ. അപ്പോൾ 4n ഈക്വൽ ടു 140. ഓക്കെ, ഇനി സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് വെച്ചിട്ട് എന്നിൻ്റെ വാല്യൂ കണ്ടെത്തിയാൽ മാത്രം പോരെ. എങ്ങനെ എഴുതാം, n² പ്ലസ് 4n പ്ലസ് എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് 4 ആണ്, 4ൻ്റെ ഹാഫ് 2 ആണ്. അപ്പോൾ പ്ലസ് 2² ഈക്വൽ ടു 140 പ്ലസ് 2² എന്ന് എഴുതാം. ഇത് a+b² ഫോമിലാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം, n+2² ഈക്വൽ ടു 144 എന്ന് വരും അല്ലേ. 2² 4 ആണ്, ഇത് ആഡ് ചെയ്യുമ്പോൾ കൂട്ടുമ്പോൾ 144. n+2² ഈക്വൽ ടു 144 ആണെങ്കിൽ n+2 ഈക്വൽ ടു √144 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ n+2 ഈക്വൽ ടു 144ൻ്റെ റൂട്ട് എത്രയാ, 144ൻ്റെ റൂട്ട് എത്രയാ, 12 കേട്ടോ. ഇതിൽ പ്ലസ് ഓർ മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഒരിക്കലും n എന്ന് പറയുന്നത് എന്ത് വരില്ല, നെഗറ്റീവായിട്ട് വരുമോ, ഇല്ല. അപ്പോൾ n+2 ഈക്വൽ ടു 12 ആണ്. n ഈക്വൽ ടു +2 എന്നുള്ളത് ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോയി 12 മൈനസ് 2 ദാറ്റ്സ് ഈക്വൽ ടു 10. അപ്പോൾ എത്ര ടേമിൻ്റെ സമ്മാണ്, എത്ര പദങ്ങളുടെ തുകയാണ് 140 എന്ന് പറയുന്നത്? 10 ടേംസിൻ്റെ 10 പദങ്ങളുടെ തുകയാണ് 140 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ ചോദ്യങ്ങൾ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ ഇത്തരത്തിലുള്ള എല്ലാ ചോദ്യങ്ങളും ചെയ്ത് നോക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, പക്ഷേ ഇതിലെ ചോദ്യങ്ങൾ വെറൈറ്റി ആയിട്ടായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ കിട്ടുന്നത് കളക്ട് ചെയ്യുക, ചെയ്ത് നോക്കുക. ഓക്കെ.